ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അർഷി ടേസ്റ്റി ഡോട്ട്സ്. ഒരു അടിപൊളിയായിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ് കാണിക്കുന്നത്. സ്വീറ്റായിട്ടുള്ളതാണ്. അപ്പോൾ പഴവും ബ്രെഡും വെച്ചിട്ട് ചെയ്യുന്നതാണ്. സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ടി ഞാനിവിടെ ഒരു 2 മുട്ട എടുത്തിട്ടുണ്ട്. കോഴിമുട്ടയാണ്. പിന്നെ നമ്മുടെ വലിയ നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അതൊരു 1.5 എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 8-9 പീസോളം ബ്രെഡ് ഉണ്ടാക്കേണ്ടിയിട്ടാണ് ഇത്രയും ഐറ്റംസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനൊരു 9 സ്ലൈസ് ബ്രെഡും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഈ കോഴിമുട്ട പൊട്ടിച്ചിട്ട് ഒരു ബൗളിലേക്ക് ഒഴിക്കാം. അപ്പം ഞാൻ ഒരു കോഴിമുട്ട മാത്രമേ എടുത്തിട്ടുള്ളൂ. ഒരു കോഴിമുട്ട പൊട്ടിച്ച് ഒരു ബൗളിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് ഇടുന്നത് 1 ടീസ്പൂൺ നമ്മുടെ സിനമൺ പൗഡറാണ്. സിനമൺ പട്ട പൊടിച്ച പൊടിയാണ്. അപ്പോൾ അതും കൂടി 1 ടീസ്പൂൺ ചേർത്തിട്ട് പിന്നെ അതിലേക്കൊരു 1/2 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്യാം. കൈവച്ച് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. അതിലേക്ക് അല്പം പിഞ്ച് സോൾട്ടും കൂടി ചേർത്താൽ ഒരു സ്വീറ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഈ പഴം ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കാം. 1-1.5 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. അത് നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം. അപ്പോൾ ഞാനിപ്പോൾ 1.5 നേന്ത്രപ്പഴം ചെറുതായി കട്ട് ചെയ്തിട്ട് സ്ലൈസാക്കി വെച്ചതാണ്. അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. വഴറ്റി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കണം. അത് കൂടാതെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഒരു കോഴിമുട്ട കൂടി ഇതിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ കോഴിമുട്ട ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ പഴമൊന്ന് ഹാഫ് കുക്കായി കഴിഞ്ഞാൽ മാത്രമേ കോഴിമുട്ട ആഡ് ചെയ്യാൻ പാടുള്ളൂ. ചെറുതായിട്ടൊന്ന് വഴറ്റി വന്നാൽ കോഴിമുട്ട ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര ഞാനിപ്പോൾ 1.5 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ മറ്റേ മിൽക്ക് മിക്സാക്കി വെച്ചതിലും കൂടി ഷുഗർ ആഡ് ചെയ്തതുകൊണ്ട് അതിലും കൂടി ബാലൻസ് ആയിട്ടുള്ള ഷുഗർ മാത്രമേ ആഡ് ചെയ്യാൻ പാടുള്ളൂ, കൂടിപ്പോകാൻ പാടില്ല. അപ്പം ഞാനിപ്പോൾ 1.5 ടേബിൾ സ്പൂൺ ആ മിൽക്ക് മിക്സ് ചെയ്ത് വെച്ചതിലും ചേർത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം ഞാനിപ്പോൾ കോക്കനട്ടും അതുപോലെ കാഷ്യൂ ഗോൾഡൻ റൈസിൻസും എടുത്ത് വെച്ചിട്ടുണ്ട്. ഉണക്കമുന്തിരി അത് 3 കൂടി ചേർത്ത് കൊടുക്കാം. കോക്കനട്ട് ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് കോക്കനട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അതിപ്പോൾ ഒക്കെ കൂടി നല്ലപോലെ വഴറ്റി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള ബ്രെഡൊന്ന് ജസ്റ്റ് ഒന്ന് നല്ലപോലെ ഒന്ന് പരത്തിയെടുക്കാം, ഒന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ബ്രെഡ് ചിലപ്പോൾ നിങ്ങൾക്ക് പൊടിഞ്ഞു പോകുന്ന ടൈപ്പ് ബ്രെഡാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് പരത്തിയെടുക്കാൻ പറ്റും. ഇനി ഇത് പരത്തിയെടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ഈ ഫില്ലിംഗ് ഒന്ന് 1 ടേബിൾ സ്പൂൺ വീതം ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ബ്രെഡൊക്കെ ഇവിടെ ഒന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ബ്രെഡിൻ്റെ സൈഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സൈഡൊന്നും കട്ട് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വീട്ടിൽ ആർക്ക് ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്കൊന്ന് സൈഡൊക്കെ കട്ട് ചെയ്താൽ കാണാൻ നല്ലൊരു നീറ്റ് ഉണ്ടാവും. അപ്പം ഞാനിതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ വെച്ചിട്ട് ഫില്ലിങ്സ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ബ്രെഡ് പൊടിഞ്ഞു പോവുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒന്ന് സ്റ്റീം ചെയ്താൽ പെട്ടെന്ന് നിങ്ങൾക്കൊന്ന് പരത്തിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. നമുക്കെല്ലാം ഇതേപോലെ ചെയ്തെടുത്ത് വെക്കാം. നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ആ സിനമൺ പൗഡർ ഇടുന്നത് കൊണ്ട് തന്നെ ഒരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ടാവും ഈ ഒരു സ്നാക്കിന്. അപ്പോൾ അത് തീർച്ചയായിട്ടും എല്ലാവരും ചേർക്കാൻ ശ്രമിക്കുക. ഇതിപ്പോൾ ഇതേപോലെ റോൾ ചെയ്ത് എല്ലാ ബ്രെഡും അതേപോലെ ആക്കി മാറ്റി വെക്കാം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്നൊരു സ്നാക്കാണ്. കൂടുതൽ ഓയിലി ആയിട്ടുള്ള സ്നാക്കൊന്നുമല്ല. അപ്പോൾ എല്ലാം ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു തവ വെച്ച് അതിലേക്ക് ഗീ ഒഴിച്ച് കൊടുത്തിട്ട് ഇതേപോലെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച മിൽക്കും എഗ്ഗ് അതുപോലെ സിനമൺ പൗഡർ ഒക്കെയുള്ള മിക്സിലേക്ക് ഇതേപോലെ ബ്രെഡൊന്ന് നല്ലപോലെ മുക്കിയെടുത്തിട്ട് പാനിലേക്ക് വെച്ച് കൊടുക്കാം. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പെട്ടെന്ന് തിരിച്ചിട്ട് കൊടുക്കാനും ശ്രദ്ധിക്കുക. ഇതിപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ ആക്കി വെക്കുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റുള്ള സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. അപ്പോൾ എല്ലാ ബ്രെഡും നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് വെച്ച് കൊടുക്കാം.
എന്നിട്ട് ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആയിക്കഴിഞ്ഞാൽ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഗീ ആവശ്യമാണെങ്കിൽ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം നോക്കിയിട്ട്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരിച്ച് ചേർക്കാം. ഇപ്പോൾ ഒരു സൈഡ് ഏകദേശം ഒരു 5 മിനിറ്റ്സോളം വെച്ചാൽ മതി ലോ ഫ്ലെയിമിൽ. അതിന് ശേഷം നമുക്ക് പതുക്കെ ഓരോന്നായിട്ട് തിരിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു സ്നാക്ക്. തീർച്ചയായിട്ടും വീട്ടിലെല്ലാവരും ട്രൈ ചെയ്യണം. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതിപ്പോൾ ഈ ഒരു കളറായി കഴിഞ്ഞാൽ നമുക്ക് 2 സൈഡും ഒരുപോലെ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ തിരിച്ചിട്ട് മറ്റേ സൈഡും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്കാണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. നമ്മളിപ്പോൾ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അതുപോലെ ഹെൽത്തിയാണ് സ്നാക്ക്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. എൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. പെട്ടെന്ന് തന്നെ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ പുതിയ പുതിയ റെസിപ്പീസുമായി വീണ്ടും കാണുന്നത് വരേക്കും. ബൈ ബൈ.